എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. വസ്തിമാമിയുടെ റെസിപ്പി കണ്ടിട്ട് കുറച്ചധികം ഗ്യാപ്പായി അല്ലേ? ഇന്ന് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വെജ് ബർഗറാണ്. ഈ ബർഗറിൻ്റെ ബർഗർ ബണ്ണാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്ത വീഡിയോയിലാണ് വെജ് പാറ്റി നമ്മൾ കാണിക്കുന്നത് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വലിയൊരു വീഡിയോ ആയി പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ബർഗർ കഴിക്കാൻ. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയെന്ന് വെച്ചാലോ വളരെ സ്വാദോടു കൂടി നമുക്ക് അത് കഴിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികളെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. അതിനുള്ളിൽ വെക്കുന്ന പാറ്റിയൊക്കെ നല്ല ഹെൽത്തി ആണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വെജ് ബർഗർ. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്ക് നമ്മളുടെ ബർഗർ ബൺ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. വേറൊരു കാര്യം പറയട്ടെ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം. അപ്പോഴേ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ യാതൊരു ചിലവുമില്ല, ഒറ്റ പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. അത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊരു ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ പോകുമോ എന്നുള്ളത് തോന്നാറുണ്ട്. അങ്ങനെ ഇല്ല കേട്ടോ, ഒരു പൈസ പോലും അതിന് നമുക്ക് ചിലവില്ല. നിങ്ങൾ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഒറ്റ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്നുള്ള ആ ഒരു ഇത് വരും. പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട, അത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവില്ല. അത് അങ്ങനെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് വിചാരിച്ച് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. സപ്പോർട്ട് ചെയ്യണേ, എന്നാലേ മെല്ലെ മെല്ലെ വളർന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട വസ്തിമാമി കാണിച്ചു തന്നിട്ടുള്ള ബർഗർ ബൺ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടാലോ. ബർഗർ ബൺ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: മൈദ, ഈസ്റ്റ്, സാൾട്ട്, ഷുഗർ, മിൽക്ക്, ബട്ടർ, മിൽക്ക് പൗഡർ, ഈസ്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഡയറക്റ്റായിട്ട് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. ബൗളിൽ മൈദ, ഈസ്റ്റ്, സാൾട്ട്, മിൽക്ക് പൗഡർ ഇടണേ. ഷുഗർ എന്താ ചെയ്യേണ്ടറിയോ? ചെറു ചൂടുള്ള പാലിൽ ഒന്ന് അലിയിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ചെറു ചൂടുള്ള പാലിൽ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് മൈദയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറപറാന്നൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്കിത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കണേ. കറപറാന്നിങ്ങനെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ മൈദ നല്ലവണ്ണം പാലൊക്കെ കുടിച്ച് സോഫ്റ്റ് ആവും. കുഴയ്ക്കാനും എളുപ്പമായി കിട്ടും കേട്ടോ. ഒരു അടപ്പെടുത്തിട്ടോ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. 10 മിനിറ്റാണ് അടച്ച് വെക്കേണ്ടത് കേട്ടോ. ഓട്ടലൈസ് ചെയ്ത ഡോ വൃത്തിയുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് ബട്ടർ പുരട്ടി, കയ്യിലും കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് അസലായിട്ട് 15-20 മിനിറ്റ് അടിച്ച് കുഴയ്ക്കണം കേട്ടോ. നന്നായിട്ട് വലിച്ചും അടിച്ചും ഒക്കെ കുഴച്ചാൽ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ കുഴയ്ക്കണം കേട്ടോ. കയ്യിൽ കുറച്ച് ബട്ടർ പുരട്ടി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് വലിച്ച് കുഴയ്ക്കണേ. നന്നായിട്ട് വലിച്ചും അടിച്ചും ഒക്കെ നന്നായി കുഴച്ച് കഴിഞ്ഞാൽ ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതൊരു ബൗളിൽ വെക്കണം. ബൗളും ആദ്യം ബട്ടർ ഒന്ന് പുരട്ടിയിട്ട് വേണം വെക്കാൻ കേട്ടോ. ഒരു ബൗളിൽ എല്ലാ ഭാഗത്തും ബട്ടർ പുരട്ടി വെക്കുക. നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള ബോൾ പോലെ ആക്കിയിട്ടുള്ള ആ ഡോ ഉണ്ടല്ലോ, അത് മുകളിൽ വെച്ചിട്ട് അതിലേക്കും കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിപ്പോവില്ല.
ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കുക. ഓഫ് ചെയ്ത ഓവനിൽ ഒരു 1.5 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ അത് ഡബിളായിട്ട് വരും. ഇതുണ്ട്, നടുക്ക് കുഴിച്ച് നോക്കിയാൽ അതിങ്ങനെ കൂടി വരില്ല. അപ്പോൾ നല്ല പോലെ പ്രൂഫായി എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഇതുണ്ട്, ഒന്നിങ്ങനെ കുഴിച്ച് നോക്കിയാൽ അതിങ്ങനെ പെട്ടെന്ന് കൂടി വരില്ല. അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണ് ആവേണ്ടത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് പ്രൂഫിങ് കഴിഞ്ഞു. പ്രൂഫ് ചെയ്ത ഡോ ഉണ്ടല്ലോ, അത് വൃത്തിയുള്ള ഒരു മാറ്റിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലോ ഇടുക. ബണ്ണ് നമുക്ക് എല്ലാം ഒരേ അളവിൽ കിട്ടണം അല്ലേ? അതിനൊന്ന് വേ ചെയ്ത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു അളവിൽ ഒരേപോലെ ബോളാക്കിയിട്ട് വെച്ചാലും മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കുഴക്കണേ. എല്ലാ ബോളും ഒരേ അളവിലാക്കി മിനുസമായി നൈസായി നന്നായിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കുക. സിലിക്കോൺ ഷീറ്റിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ട്രേയിലാണെങ്കിൽ ബട്ടർ പുരട്ടിയിട്ട് വിട്ടിട്ട് വെക്കണം കേട്ടോ. ഇത് സെക്കൻഡ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓഫ് ചെയ്ത OTGയിൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ വെക്കണം കേട്ടോ. ഇതങ്ങനെ വിട്ട് വെക്കണേ. ഇത് സെക്കൻഡ് പ്രൂഫിങ്ങിന് നമ്മൾ വെച്ചു കേട്ടോ. സെക്കൻഡ് പ്രൂഫിങ് കഴിഞ്ഞാൽ നമ്മളത് പുറത്തെടുത്തിട്ട് കുറച്ച് മിൽക്ക് നൈസായ ബ്രഷ് കൊണ്ട് മിൽക്ക് വാഷ് ചെയ്യുക കേട്ടോ. എന്നിട്ടോ എള്ളും വിതറി കൊടുക്കണേ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ OTG 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണേ. പിന്നെ അത് 160ലേക്ക് മാറ്റണം കേട്ടോ. പലരുടെയും OTG ടെമ്പറേച്ചറിന് വ്യത്യാസം വരാം. നമ്മളുടെ ബേക്കിംഗ് ടൈം 25 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെയാണ് കേട്ടോ. ചില ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഈ മിൽക്ക് വാഷ് ചെയ്ത് വെളുത്ത എള്ളിട്ടിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച OTGയിലേക്ക് 25 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ വെക്കണം കേട്ടോ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് പോർഷൻ ബാക്കിലേക്കും ബാക്കിൽ പോർഷൻ ഫ്രണ്ടിലേക്കും വെക്കാൻ മറക്കരുത്. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ ബേക്കായി കിട്ടുക കേട്ടോ. മിഡിൽ ഷെൽഫിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. കണ്ടോ, നമ്മൾ OTGയിൽ ബേക്കാവണ കണ്ടോ? എന്ത് സോഫ്റ്റാണ് നോക്കൂ, കുഴിഞ്ഞിങ്ങനെ പോണില്ലേ? തൊടുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തൂവി കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ല ഷൈനും കിട്ടും, ക്രസ്റ്റ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വെജ് ബർഗർ റെഡിയായല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വെജ് പാറ്റി ഉണ്ടാക്കിയിട്ട് അത് അസംബിൾ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. നോക്കൂ, കാണുമ്പോൾ തന്നെ അസല് ടേസ്റ്റാണ് തോന്നണില്ലേ? അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ ബർഗർ. ഇത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. ഇതിൻ്റെ പാറ്റി ഉണ്ടാക്കിയിട്ട് നമുക്കത് അസംബിൾ ചെയ്യുന്നതും കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.